യൂട്യൂബിലേക്ക് സ്വാഗതം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രികമ്പകേ ദേവി നാരായണീ നമസ്തുതേ. ശ്യാമളാദണ്ഡകത്തിൻ്റെ 3-ാം ഭാഗം. താരകാരാജിനീകാശഹാരാവലി സ്മേര ചാരുസ്തനാം ഭോഗ നിച്ഛേദബീജി സമുല്യ സന്ദർശിതാകാര സൗമല്യ സന്ദർശിതാകാര സൗന്ദര്യരത്നാകരേ കിങ്കര ശ്രീകരേ. ഹേമകുംഭോത്ഭവോത്തുംഗവക്ഷോജപാരാവനംബ്രേ ത്രിലോകാവനംബ്രേല സർവൃത്തഗംഭീരനാവീ സരസീരുശൈവാല സംഭാവനം ശങ്കാകരശ്യാമരോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ ചാരുജിജ്ഞൽക്കടി സൂത്ര നിർപ്പസിദാനംഗ ലീലാധനു ജിഞ്ചിനീഡംബരേ ദിവ്യരത്നാംബരേ പത്മരാഗോലസൽമേഖലാഭാസ്വരസോന് ശോഭാജിത സ്വർണവൃത്തലേ ചന്ദ്രികാശീതളേ. അതിൻ്റെ അർത്ഥം യോഗികളാൽ പൂജിക്കപ്പെടുന്നവളും ലോകം വ്യാപിച്ച മാണിക്യ ശോഭയാൽ വെട്ടിത്തിളങ്ങുന്ന തോൾവള അണിഞ്ഞവളും പ്രഭാതത്തിൽ വിരിയുന്ന ചെന്താമരപ്പൂക്കളോ തോന്നുന്ന അമ്മയുടെ കൈകൾ കണ്ടാൽ അമ്മയുടെ ഓരോ ചലനത്തിനും ഓരോ വിശേഷങ്ങൾ കാണുന്നു. സാധുജനങ്ങൾ ആരാധിക്കുന്ന അമ്മയെ ജയിച്ചാലും സമുദ്രത്തിലെ ചെറിയ തിരകൾ ദിവ്യരത്നങ്ങളാൽ ഉണ്ടാക്കുന്ന രശ്മിയുടെ ശോഭ കൊണ്ട് സന്ധ്യാലോപ കലർന്ന ഇളം തളിരൊത്ത കൈവിരത്തുമ്പിൽ ചന്ദ്രൻ്റെ പ്രകാശമാർന്നവളും ചുവപ്പ് നിറമുള്ള കൈകളും നഖം വെളുത്തതും ദേവേന്ദ്രനാൽ നമസ്കരിക്കുന്നവളും ആ ചിത് പ്രകാശത്താൽ പരിചിത് വേഷം ചാർത്തിയവളും ഇളകിക്കളിക്കുന്ന കുണ്ടലങ്ങളും വിരലുകളും നക്ഷത്ര സമൂഹം പോലെ ശോഭിക്കുന്നു. ആ പൂർണ്ണ സ്ഥാനങ്ങളുടെ ഭാരത്താൽ കുനിഞ്ഞ് ചുളിഞ്ഞ് കൊണ്ട് ഉല്ലസിക്കുന്ന അമ്മയുടെ അംഗവാംഗങ്ങളുടെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നു. അന്തവും ബാഹ്യവുമായി അമ്മ സൗന്ദര്യവതിയാണ്. വീണ ധരിച്ചിരിക്കുന്ന കൈ തൻ്റെ ഭക്തന്മാർക്ക് ആ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗ നാരായണ. വികസിത നവകിംശുതാമ്ര ദിവ്യശുഗച്ഛന്ന ചാരൂരു ശോഭാഭരാഭൂത സിന്ദൂരശോണായ മാനേന്ദ്ര മാതംഗ ജംഗാലദേ ചാരുലീലാഗതേ നമ്രദിക്പാല സീമന്തിനി കുന്തള സ്നിഗ്ധ നീലപ്രഭാപുഞ്ച സഞ്ജാത ദുർവാങ്കുരാശങ്ക സാരംഗ സംയോഗരി ഖന്നഖേന്ദുജ്വലേ പ്രോജ്വലേ നിർമ്മലേ പ്രഹ്വദേവേശ ലക്ഷ്മീശ ഭൂദേശ തോയേശ വാണീശ ഈനാശ ഓടിയേ മാണിക്യ സംഹൃഷ്ട ബാല തപോദാമലാക്ഷാരസ് താരുണ്യ ലക്ഷ്മി ഗൃഹീതാംഗ്രിവൽമേ. സ്വർണകുംഭത്തിന് സമാനമായിരിക്കുന്ന സ്തനഭാരത്താൽ അല്പം കുനിഞ്ഞ് എല്ലാവരാലും നമിക്കപ്പെടും. വൃത്താകൃതിയിലുള്ള നാഭിയുടെ പുക്കിൾത്തടത്തെ ശ്യാമനിറത്തിലുള്ള രോമങ്ങൾ കൊണ്ട് ശോഭിക്കും. കാമദേവൻ്റെ വില്ലിൻ്റെ ശബ്ദം ആണ് അമ്മയുടെ അരിഞ്ഞാണത്തിൻ്റെ കിലുക്കം. നിതംബത്തെ സുവർണ മഹാമേരു പർവ്വതത്തെയാണ് നമിക്കുന്നത്. ചന്ദ്രയുടെ ശീതള പോലെ കുളിർമ നൽകുന്നവളുമാണ് അമ്മ. വിടർന്നു നിൽക്കുന്ന പുതിയ പ്ലാശിൻ പൂവിൻ്റെ ഇളം ചുവപ്പു നിറത്തിലുള്ള പട്ടുകൊണ്ട് നിതംബം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കുങ്കുമം ലേപനം ചെയ്ത പോലെ തോന്നുന്നു. ഇന്ദ്രൻ്റെ ആനയുടെ തുമ്പിക്കൈ പോലെ വടിവോടുകൂടിയ തുടകളോടുകൂടിയ അമ്മയെ ജയിച്ചാലും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗ നാരായണ. നമിക്കുന്ന ദീപാലകുടുമികൾ വണങ്ങി നിൽക്കുമ്പോൾ നിലിച്ച പ്രഭയുള്ള കാർകൂന്തലിൽ നിന്നുയരുന്ന പ്രകാശരശ്മിയെ കണ്ടിട്ട്
കറുകയുടെ നാമ്പാണെന്ന് ശങ്കിച്ച് പുള്ളിമാൻ ഓടി വരുന്നു. ഭക്ഷിക്കാൻ വരുന്ന പുള്ളിമാൻ ഇല്ലാതെ ഇടറി വീഴുന്നു. പുള്ളിമാനെ വഹിക്കുന്ന നഖത്തിൻ്റെ പ്രകാശം ചൊരിയുന്ന പ്രകാശരൂപിണി വിജയിച്ചാലും വീണ്ടും നമസ്കരിച്ചു നിൽക്കുന്നവർ ദേവേന്ദ്രൻ, വിഷ്ണു, ശിവൻ, വരുണൻ, ബ്രഹ്മാവ്, യമൻ, നിസൃതി, വൈശ്രവൻ, വായു, അഗ്നി എന്നിവരാണ്. കിരീടത്തിലെ മാണിക്യരത്നത്തിൻ്റെ കാന്തി പ്രകാശിപ്പിക്കുന്ന സൂര്യൻ്റെ ചുവപ്പ് നിറം പാദാംബുജമുള്ള അമ്മയ്ക്ക് യൗവനമാകുന്ന ഐശ്വര്യം കൊടുക്കുന്ന ലക്ഷ്മിയും പാർവതിയുമായ അമ്മയെ ജയിച്ചാൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രികമ്പകേ ദേവി നാരായണീ നമസ്തുതേ. നമസ്കാരം.